നമസ്കാരം. ഞാൻ ജോസഫ് മാർട്ടിൻ, കൊച്ചിക്കാരനാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ പത്രത്തിലെയും ഒരു വാർത്ത, ഇന്നലെ വത്തിക്കാനിൽ ശിവഗിരി മഠം സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തെ ആശീർവദിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ പ്രസംഗത്തിലെ വരികളാണ്. നാം എല്ലാം ഒരു കുടുംബമാണ്, നാം എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, മാനവ സ്നേഹത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം എന്ന മഹത്തായ സന്ദേശമാണ് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഇന്നലെ വത്തിക്കാനിൽ പ്രസംഗിച്ചത്. ഈ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത് പരിശുദ്ധ പിതാവിന്റെ സന്ദേശം പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ കാരണം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളവും ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ തീരദേശ നിവാസികളായ മുനമ്പത്തെ മനുഷ്യർ, ഏകദേശം 610 കുടുംബങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ ഭൂമിയുടെ സിവിൽ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന പോരാട്ടം കഴിഞ്ഞ 50 ദിവസങ്ങൾക്കധികമായി അവർ സമരത്തിലാണ്. കഴിഞ്ഞ 3 മാസമായി ഇതുമായി ബന്ധപ്പെട്ട് അവർ നിരവധി സമരങ്ങൾ നടത്തുന്നത് നമ്മുടെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായി വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ടി സതീശൻ അവർ, എറണാകുളത്തിന്റെ MP, നമ്മുടെ അഭിമാനമായ ഹൈബി ഈഡൻ, ഇവരെല്ലാവരും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ സവിസ്തരം പ്രതിപാദിക്കുകയും ഈ വിഷയത്തിൽ മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പ്രസംഗിക്കുകയും അവരുടെ ലെറ്റർ പാഡിൽ വളരെ വിശദമായി ഇതേക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഒരു വിഭാഗം വളരെ ബോധപൂർവം ഈ വിഷയത്തെ രാഷ്ട്രീയം ലക്ഷ്യമാക്കിക്കൊണ്ട് രണ്ട് സമുദായങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് സഹോദര മതങ്ങൾ തമ്മിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ബോധപൂർവം ശ്രമിക്കുകയാണ്. ആ വിഭാഗം ഇത് കോൺഗ്രസിനെതിരെ ആയുധമാക്കിക്കൊണ്ട് കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറെ നാളുകളായി ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് 2024 ഈ വർഷം ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫ് അമെൻമെന്റ് ബിൽ, ആ അമെൻമെന്റ് ബില്ലിനെ കോൺഗ്രസ് എന്തുകൊണ്ട് എതിർക്കുന്നു, എന്താണ് വഖഫ് നിയമം, ഇത് എന്ന് ആരംഭിച്ചു തുടങ്ങിയ വിഷയങ്ങൾ വളരെ കുറച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് ഈ വീഡിയോയിലൂടെ ഞാൻ സമ്മതിക്കും. പൂർണ്ണമായും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം, കേൾക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വഖഫ് എന്നാൽ ഇസ്ലാം വിശ്വാസ പ്രകാരം 3 കാര്യത്തിന് വേണ്ടി, ഒന്ന് റിലീജിയസ്, പയസ് ആൻഡ് ചാരിറ്റബിൾ, അതായത് മതപരമായ, ഭക്തിപരമായ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പെർമനന്റ് ആയി മാറ്റിവെക്കുന്നതാണ് വഖഫ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇത് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലം മുതലേ ഇന്ത്യയിൽ ഈ വഖഫ് ആചാരങ്ങൾ നിലവിലുണ്ട്. 913 ഒരു വഖഫ് റെഗുലേഷൻ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. 923 മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറഞ്ഞിട്ട് വഖഫ് നിയമം രാജ്യത്ത് ഉണ്ടാവുന്നത്, സ്വാതന്ത്ര്യത്തിന് മുൻപ്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം 954 സെൻട്രൽ വഖഫ് ആക്ട് എന്ന് പറഞ്ഞൊരു വഖഫ് ആക്ട് രാജ്യത്ത് നിലവിൽ വരികയാണ്. ഇതിനോട് ചുവട് പിടിച്ചുകൊണ്ട് അതിനുശേഷം 995 രാജ്യത്ത് ഇന്ന് കാണുന്ന ഒരു വഖഫ് നിയമം 95 രാജ്യത്ത് നിലവിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 95 വഖഫ് ആക്ട്, 2024 ഈ ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്ന വഖഫ് അമെൻമെന്റ് ഭേദഗതി, ഇതേക്കുറിച്ചാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച. 95 വഖഫ് നിയമത്തെ എതിർക്കുന്ന ആളുകൾ പറയുന്ന വാദം, ഇത് ഒരു മതവിഭാഗത്തിനെ പ്രീണിപ്പെടുത്താൻ കോൺഗ്രസ് ബോധപൂർവം കൊണ്ടുവന്ന നിയമം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇത് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറെ അധികം ആളുകൾ അത് സംഘപരിവാറിന്റെ പണിശാലയിൽ അവർ ഉണ്ടാക്കിയ ക്യാപ്സൂൾ, മെനഞ്ഞെടുത്ത ക്യാപ്സൂളിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ആഖ്യാനം, ഈ നറേറ്റീവ് കഴിഞ്ഞ കുറെ നാളുകളായി പ്രചരിപ്പിക്കുന്നത്. ഈ 1995 വഖഫ് ആക്ട്, അല്ലെങ്കിൽ 954 വന്ന വഖഫ് നിയമത്തോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള വഖഫ് ആക്ട്, അത് ഭരണഘടനാ വിരുദ്ധമാകുന്നത് എങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ടും സാമാന്യമായി ഭരണഘടനയെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല. ഭരണഘടന 2 അനുച്ഛേദങ്ങൾ, 2 ആർട്ടിക്കിൾ ഞാൻ വായിക്കാം. ഒന്നാമത്തെ ആർട്ടിക്കിൾ 25.
ഭരണഘടനയുടെ അനുച്ഛേദം 25 നമുക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന അനുച്ഛേദം 25. അതിൽ പറയുന്നത് ഗ്യാരണ്ടീസ് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ടു പ്രാക്ടീസ്, പ്രൊഫസ്, പ്രൊപ്പഗേറ്റ് റിലിജൻ. അതായത് മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, വിശ്വാസം പ്രഘോഷിക്കാൻ, വിശ്വാസം പ്രചരിപ്പിക്കാൻ അനുച്ഛേദം 25 ഈ രാജ്യത്തെ ഓരോ പൗരനും അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അനുച്ഛേദം ആർട്ടിക്കിൾ 26 പറയുന്നത് ഓരോ മതത്തിനും അവർക്ക് സ്ഥലങ്ങൾ സ്വന്തമാക്കാം, ആൻഡ് ടു ഓൺ ആൻഡ് അക്വയർ പ്രോപ്പർട്ടി. അപ്പോ അനുച്ഛേദം 25-ന്റെയും 26-ന്റെയും അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്ത് വഖഫ് ആക്ട് നിലവിൽ വന്നത്. വഖഫ് ആക്ട് എന്ന് പറഞ്ഞാൽ, സിമ്പിളായി ചുരുക്കി പറഞ്ഞാൽ, മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് മാറ്റിവെക്കുന്ന സ്ഥലങ്ങൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതിന് മേൽനോട്ടം സർക്കാർ വഹിക്കുന്നു. സർക്കാരിനാണ് മേൽനോട്ടം. രാജ്യത്ത് 32ഓളം വഖഫ് ബോർഡുകളുണ്ട്. അതിന്റെ മേലായി സെൻട്രൽ വഖഫ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ വഖഫ് കമ്മിറ്റി, സംസ്ഥാനത്ത് എല്ലായിടത്തും സംസ്ഥാന വഖഫ് ബോർഡുകൾ, 32 വഖഫ് ബോർഡുകൾ. ഈ വഖഫ് ബോർഡിന് സ്വന്തമായി സ്ഥലമൊന്നുമില്ല, മറിച്ച് വിശ്വാസികൾ കൊടുത്ത സ്ഥലങ്ങൾ പരിപാലിക്കുക മാത്രമാണ് വഖഫ് ബോർഡിന്റെ ചുമതല. വഖഫ് ഒരു പെർമനന്റ് ഡെഡിക്കേഷൻ ആണ്. വൺസ് വഖഫ് ഈസ് ഓൾവേസ് എ വഖഫ്. അപ്പോ ഈ മൊനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് നിയമത്തിനെതിരെ സംസാരിക്കുന്ന ആളുകൾ പറയുന്നത് 95 വഖഫ് ആക്ടിലെ ആർട്ടിക്കിൾ 40 ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ 40-ൽ ഒരു വാചകമുണ്ട്, റീസൺ ടു ബിലീവ്, വിശ്വസിക്കാൻ കാരണമുള്ള, അതായത് വഖഫ് സ്വത്താണെന്ന് വിശ്വസിക്കാൻ കാരണമുള്ള ഏതെങ്കിലും വസ്തുവിനെ കുറിച്ചുള്ള റീസൺ ടു ബിലീവ്. ഈ വാക്യമാണ് ഇവർ അവരുടേതായ രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. ഇപ്പൊ ഒരു വസ്തു വഖഫാണെന്ന് ബോധ്യപ്പെട്ടാൽ വഖഫ് ബോർഡിന് റീസൺ ടു ബിലീവ്, വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ താഴെ എഴുതിയിട്ടുണ്ട്, വിവരങ്ങൾ ബോർഡിന് സ്വയം ശേഖരിക്കാം. ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരം എന്താണ്? ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരം ഒരു സംശയമില്ല ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഡോക്യുമെന്റഡ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ബോർഡിന് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ട്രൈബ്യൂണലിനെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മൊനമ്പത്തെ ജനങ്ങളുടെ വിഷയം ഒരു മനുഷ്യാവകാശ വിഷയമാണ്. തങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലം 2008-ൽ സഖാവ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2008-ൽ നിയമിച്ച നിസാർ കമ്മീഷൻ, ജസ്റ്റിസ് MA നിസാർ കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുകയും ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും അന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാൻ പാലോളി മുഹമ്മദ് കുട്ടി ചെയർമാനായ വഖഫ് ബോർഡാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുകയും ചെയ്തത്. അതിനുശേഷം 2011-ൽ കോൺഗ്രസിന്റെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2016 വരെ ഈ വിഷയം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷം വീണ്ടും 2016-ൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിൽ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്ന DK ഹംസയാണ് വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടിയാണ് മൊനമ്പത്തേതെന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യുകയും അതിനുശേഷമാണ് മൊനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ സ്ഥലത്തിനു മേലുള്ള സിവിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റിനെ ഇതിനെ ക്രൂശിക്കുന്ന ആളുകൾ, കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്ന ആളുകൾ ഒരിക്കൽ പോലും 2008-ലെ VS സർക്കാരിനെയോ ഈ കഴിഞ്ഞ 2016 മുതൽ അധികാരത്തിലുള്ള പിണറായി സർക്കാരിനെയോ ഇതിൽ അവർ പരാമർശിക്കുന്നില്ല, അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നില്ല എന്നുള്ളത് തീർത്തും വിരോധാഭാസം മാത്രമാണ്. പിണറായി സർക്കാർ കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഈ സാമുദായികമായ ധ്രുവീകരണത്തിന്റെ ഭാഗമാണോ ഈ പിണറായി വിജയന്റെ ഈ നടപടി എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും. പിന്നെ കോൺഗ്രസിനെ കുറിച്ച് ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനം ഈ 2024-ൽ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് പാർലമെന്റിൽ വെച്ച പുതിയ വഖഫ് അമെൻമെന്റ് ബില്ലിനെ കുറിച്ചാണ്. 2024-ൽ BJP കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വഖഫ് അമെൻമെന്റ് ബില്ലിനെ കോൺഗ്രസ് മാത്രമല്ല രാജ്യത്തെ മതനിരപേക്ഷ പ്രതിപക്ഷ കക്ഷികൾ മുഴുവനും എതിർക്കുകയാണ്. CPM-ഉം CPI-യും തൃണമൂൽ കോൺഗ്രസും DMK NCP ഉൾപ്പെടെയുള്ള രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഈ 2024-ലെ വഖഫ് അമെൻമെന്റ് ബില്ലിനെ നഖശികാന്തം എതിർക്കുകയാണ്. കാരണം അത് ഒരു വിശ്വാസത്തിന്റെ മേലുള്ള കടന്നുകയറ്റമായി, ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായി കണ്ടുകൊണ്ടാണ് ആ ബില്ലിനെ എതിർക്കുന്നത്.
ആ ബില്ലിനെ എതിർക്കുന്നതും മുനമ്പത്തെ വിഷയമായി യാതൊരു ബന്ധവുമില്ല. എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളോട് എന്റെ ഒരു ചോദ്യമാണ്, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് BJP ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്ന ഏത് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ സ്ഥലം കിട്ടും എന്നൊന്ന് പറയാവോ? ഏത് ഭേദഗതിയാണ്? BJP കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതിയെ എന്തുകൊണ്ട് കോൺഗ്രസ് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവർ കൊണ്ടുവരാൻ പോകുന്ന ഈ ഭേദഗതി തീർത്തും വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്നതാണ്. അത് ന്യൂനപക്ഷ വിരുദ്ധമാണ്. ഇവർ കൊണ്ടുവരാൻ പോകുന്ന ഒന്നാമത്തെ ഭേദഗതി 5 വർഷമെങ്കിലും മുസ്ലിമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ വഖഫായി ഭൂമിയോ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയോ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. അതെങ്ങനെ കണ്ടെത്തും? 5 വർഷമായി ഒരാൾ പ്രാക്ടീസിങ് മുസ്ലിം ആണെന്ന് എങ്ങനെ കണ്ടെത്തും? അത് മാത്രമല്ല, എനിക്ക് പറയാനുള്ളത്, രാജ്യത്തെ ആദ്യത്തെ മുസ്ലിം പള്ളി നമ്മുടെ കൊടുങ്ങല്ലൂരെ ചേരമാൻ ജുമാ മസ്ജിദാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനുവേണ്ടി സ്ഥലം കൊടുത്തത് ഒരു ഹൈന്ദവനായ ചേരമാൻ രാജാവാണ്. ഇവിടെ എത്രയോ ഹൈന്ദവ വിശ്വാസികൾ ക്രൈസ്തവർക്ക് വേണ്ടി സ്ഥലം കൊടുക്കുന്നു. ഇവിടെ എത്രയോ മുസ്ലിം പള്ളികൾക്ക് വേണ്ടി ഹൈന്ദവർ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കെതിരാണ് ആ ഒന്നാമത്തെ അമെന്റ്മെന്റ്. രണ്ടാമത്തെ അമെന്റ്മെന്റിൽ ഇവർ പറയുന്നത്, സർവേ കമ്മീഷണർ, ഒരു സ്ഥലത്തെ കുറിച്ച് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ സർവേ കമ്മീഷണറെ സംസ്ഥാന വഖഫ് ബോർഡിന് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് നിയമിക്കാം. ആ സർവേ കമ്മീഷണറെ എടുത്തു മാറ്റി പകരം ജില്ലാ കളക്ടർക്ക് അധികാരം കൊടുക്കുകയാണ്. ജില്ലാ കളക്ടർ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റുകൾ വയ്ക്കുന്നയാളാണ്. അപ്പൊ മാറി മാറി വരുന്ന ഗവൺമെന്റുകളോട് താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് എന്ത് തീരുമാനവും എടുക്കാം. അപ്പോൾ വിശ്വാസികൾക്ക്, മുസ്ലിം മതവിശ്വാസികൾക്ക് ഇതിലും ആക്ഷേപമുണ്ട്. പിന്നെ അടുത്ത ഭേദഗതിയിൽ ഇവർ പറയുന്നത്, സെൻട്രൽ വഖഫ് കൗൺസിലിൽ 2 അംഗങ്ങൾ മുസ്ലിം അല്ലാത്ത അമുസ്ലിം ആവാം എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അതിനെ എങ്ങനെ അനുകൂലിക്കാൻ പറ്റും? പിന്നെ വഖഫ് ബോർഡുകളിൽ MP, MLA, MLC വഖഫ് ബോർഡുകളിൽ അംഗമാകാം. ഇവർ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതിയിൽ ഇവർ പറയുന്നു അത് മുസ്ലിം ആവണമെന്നില്ല എന്ന് പറയുകയാണ്. മാത്രമല്ല, അടുത്ത 2 പേർ നിർബന്ധമായും അമുസ്ലിമായ 2 പേരുണ്ടാവണം. വഖഫ് ബോർഡുകളിൽ മുസ്ലിം അല്ലാത്ത 2 പേരുണ്ടാകണം എന്ന് ഈ ഭേദഗതിയിൽ പറയുകയാണ്. വഖഫ് ബോർഡിന്റെ CEO, വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമുസ്ലിം ആവാം എന്ന് ഈ അമെന്റ്മെന്റിൽ പറയുകയാണ്. അപ്പൊ ഇതിനെയാണ് കോൺഗ്രസ് നഖശിഖാന്തം എതിർക്കുന്നത്. അതാണ് ഇന്ന് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പാകെ ചർച്ചയാവുന്നത്. അതിന്റെ ചർച്ച അല്ലെങ്കിൽ ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കാനുള്ള ദിവസം ഈ പാർലമെന്റ് സെഷനിൽ പുതിയ ബില്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് കാലാവധി താമസം നീട്ടിക്കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ വീണ്ടും BJP ഗവൺമെന്റ്. അപ്പോൾ ഈ വഖഫിലെ അമെന്റ്മെന്റ് ബില്ലിനെ കോൺഗ്രസ് എതിർക്കുകയാണ്. ഈ അമെന്റ്മെന്റ് ബില്ലിനെ എതിർക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വഖഫ് ബോർഡ് പോലെ ഇപ്പൊ കേരളത്തിൽ ദേവസ്വം ബോർഡ്, കർണാടക ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചാരിറ്റബിൾ ആക്ട്, അവിടെയെല്ലാം ഓൾ മെമ്പേഴ്സ് ഓഫ് രാജ്യ ധാർമ്മിക് പരിഷത്ത് മസ്റ്റ് ബി ഹിന്ദു. എല്ലാം ഹിന്ദുക്കളാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡിൽ മുഴുവൻ ഹിന്ദുക്കളാണ്. മാത്രമല്ല, സിഖ് ഗുരുദ്വാരകൾ 1925 ഗുരുദ്വാര ആക്ട് പ്രകാരം നിലവിൽ വന്ന മുഴുവൻ സിഖ് ഗുരുദ്വാരകളിലെയും അംഗങ്ങൾ സിഖുകാരാണ്. ആന്ധ്രയിൽ 1987 വന്നതിൽ 21 13 ഹിന്ദുക്കൾ മതി എന്നായിരുന്നു ജഗൻ ഗവൺമെന്റ്, കഴിഞ്ഞ ഗവൺമെന്റ് അതിൽ ഹിന്ദുക്കളല്ലാത്ത അഹിന്ദുക്കളെ പെടുത്തി. പക്ഷെ അതിനെതിരെ വലിയ വ്യാപകമായ സമരങ്ങൾ ഉണ്ടായി. പക്ഷെ പുതിയ ചന്ദ്രബാബു നായിഡു ഗവൺമെന്റ് മുഴുവനായും തിരുമല ദേവസ്വത്തിലെല്ലാം വെച്ചിരിക്കുന്നത് മുഴുവൻ ഹൈന്ദവരെയാണ്. നമുക്കറിയാം, കേരളത്തിൽ ദേവസ്വം ബോർഡിലേക്ക് ദേവസ്വം ചെയർമാനെ തെരഞ്ഞെടുക്കുമ്പോൾ കേരള നിയമസഭയിൽ അതിനുവേണ്ടി വോട്ട് ചെയ്യുന്നത് പോലും ഹിന്ദു നാമധാരികളായ MLA മാരാണ്. അപ്പോ മുസ്ലിം മതവിശ്വാസങ്ങൾ പാലിക്കുന്നതിനുള്ള ഒരു നിയമത്തിൽ മാത്രം എന്തിന് അമുസ്ലിങ്ങൾ? അതിനെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJP-യുടെയും സംഘപരിവാറിന്റെയും പ്രഖ്യാപിത ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ, അവരോട് ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിനെ കിട്ടിയ ഒരവസരം കോൺഗ്രസിനെ വിമർശിക്കാൻ, കോൺഗ്രസിനെതിരെ ഒരു ആയുധമായി അടിക്കാൻ ഉപയോഗിക്കുന്ന സംഘപരിവാർ അനുകൂല കാസ ക്രോസ് പോലുള്ള സംഘടനകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു കോൺഗ്രസ് പ്രവർത്തകനായ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായ, ഒരു എളിയ ഒരു പൊതുപ്രവർത്തകനായ എനിക്ക് പറയാനുള്ളത് 1-2 സംഭവങ്ങൾ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്,
ഈ രാജ്യത്ത് സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഇന്ത്യയിൽ ഏറ്റവും ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ആംഗ്ലോ ഇന്ത്യനുകൾ ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് ഇന്ത്യയുടെ ലോകസഭയിൽ നോമിനേഷൻ വഴി പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അത് ഭരണഘടനയുടെ അനുച്ഛേദം 331 പ്രകാരമാണ് രണ്ടുപേരെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് നോമിനേറ്റ് ചെയ്യാം. 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യാമെന്ന രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ച ആ നിയമം ഈ ഭരണകൂടം, ഈ സംഘപരിവാർ ഭരണകൂടം റദ്ദാക്കി. ഇവിടെ ആര് പ്രതിഷേധിച്ചു? അതിന് പറഞ്ഞ കാരണം ഇന്ത്യയിൽ ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളായി രാജ്യത്താകെ 330 പേരെ ഉള്ളെന്ന് മാത്രമാണ്. എന്റെ മകൾ പഠിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ സെയിന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ്. അവിടെ ഉണ്ടാകും ഒരു 350 വിദ്യാർത്ഥിനികൾ ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളായ. അപ്പോ ആ നിയമം ഈ രാജ്യത്ത് റദ്ദ് ചെയ്തു. ഇവിടെ ആര് പ്രതിഷേധിച്ചു? തീർന്നില്ല. ഈ ഗവൺമെന്റ്, സംഘപരിവാർ ഗവൺമെന്റ്, BJP ഭരണകൂടം FCR റെഗുലേറ്റ് ചെയ്തു. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട്. അതായത് ക്രിസ്ത്യൻ സംഘടനകൾക്ക്, സ്ഥാപനങ്ങൾക്ക് വിദേശത്ത് നിന്നും പണം സ്വീകരിക്കുന്നതിന് ഈ ഭരണകൂടം രാജ്യത്ത് നിയന്ത്രണം കൊണ്ടുവന്നു. അതിനെതിരെ പ്രതിഷേധിക്കുന്ന ആരെയും നമ്മൾ കണ്ടില്ല. അതിനെതിരെ ശബ്ദമുയർത്താനായിട്ട് കോൺഗ്രസ് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ 2023 മെയ് മാസം മുതൽ 1 വർഷവും 6 മാസവുമായി രാജ്യത്തിന്റെ വടക്ക് കിഴക്കുള്ള മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് കലാപമാണ്. 173 മനുഷ്യർ കൊല്ലപ്പെടുകയുണ്ടായി. 5000-ഓളം വീടുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. 390-ഓളം വരുന്ന ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. അതിൽ ഏകദേശം 300 ക്രൈസ്തവ ദേവാലയങ്ങൾ, ക്രൈസ്തവർ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന്റെ ആലയമായ ദേവാലയം തകർക്കപ്പെട്ടു മണിപ്പൂർ. ആ ഭൂമികയിലേക്ക് ക്രൈസ്തവർക്ക് വേണ്ടി, അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടി, അവിടെയുള്ള മനുഷ്യരുടെ കണ്ണുനീർ ഒപ്പാൻ അവിടേക്ക് കടന്നു ചെന്ന ഒരു MP-യുടെ പേര് ഹൈബീഡൻ എന്നാണ്. തന്റെ ജീവൻ പോലും അപകടത്തിലാകും എന്നറിയാമായിരുന്നിട്ട് പോലും അവിടേക്ക് കടന്നു ചെല്ലാനായിട്ട് ധൈര്യം കാണിച്ചത് കോൺഗ്രസ് MP-മാരായ ഹൈബീഡനും ഡീൻ കുര്യാക്കോസുമാണ്. ഇന്നും മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം ഒരു കലാപ ഭൂമിയാണ്. അവിടെ മനുഷ്യർ പരസ്പരം വെട്ടിയും കൊന്നും മരിക്കുകയാണ്. അവിടെ കൊല്ലപ്പെടുന്നത് ബഹുഭൂരിപക്ഷം ക്രൈസ്തവരാണ്. തകർക്കപ്പെടുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളാണെന്ന് മറന്നു പോകരുത്. രാജ്യത്തിന്റെ ഭരണഘടനയുടെ അനുച്ഛേദം 355 പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമായ സമാധാനത്തിന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഇല്ലാതാക്കേണ്ട, തീർക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് എന്ന് ആർട്ടിക്കിൾ 355 പറയുന്നു. മണിപ്പൂർ ഇപ്പോഴും കത്തുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഫാദർ സ്റ്റാൻസ്വാമിയെ കുറിച്ച്. 83 വയസ്സുള്ള ഒരു വൈദികനായിരുന്നു സ്റ്റാൻസ്വാമി. അദ്ദേഹത്തെ തുറങ്കിലടച്ചത് ഈ ഭരണകൂടമാണ്. അദ്ദേഹത്തെ തീവ്രവാദി എന്ന് മുദ്രകുത്തി തുറങ്കിലടച്ചു. അദ്ദേഹം ഒരു പുരോഹിതനാണ്. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാണ് എന്ന യഹൂദ ആചാരം അനുസരിച്ച് ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിലേക്ക്, കൈവപ്പ് ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു മനുഷ്യൻ, അവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി പണിയെടുത്ത, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാ കാലവും നിലനിന്ന, അതിനുവേണ്ടി ജീവിച്ച ഒരു വൈദികനെ തുറങ്കിലടച്ചു. അദ്ദേഹം പാർക്കിൻസൺസ് രോഗം ബാധിച്ച ആ വൈദിക ശ്രേഷ്ഠനായ ആ പുരോഹിതൻ തനിക്കൊരു ജ്യൂസ് കുടിക്കാനായി ഒരു സ്ട്രോ വേണമെന്ന് ചോദിച്ചിട്ട് ആ സ്ട്രോ പോലും കൊടുക്കാനായിട്ട് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ തയ്യാറായില്ല. അദ്ദേഹം മരിക്കുകയുണ്ടായി. ആ ഫാദർ സ്റ്റാൻസ്വാമി ഈ ഭരണകൂടം കൊന്നതാണ്. US ആസ്ഥാനമായ ഒരു ഫോറൻസിക് ഏജൻസി കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലേക്ക് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഏകദേശം 50ഓളം ഇമെയിലുകൾ ആ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്ത് ആ ഇമെയിലുകൾ പ്ലാൻ ചെയ്തു എന്ന് അമേരിക്ക ആസ്ഥാനമായ ഒരു ഫോറൻസിക് ഏജൻസി കണ്ടെത്തിയിട്ടും അദ്ദേഹത്തെ ഈ ഭരണകൂടം കൊന്നതാണ്. രാജ്യത്തിന്റെ സംഘപരിവാർ ഭരണകൂടം ഒരു വൈദികനെ കൊന്നിട്ടും ഇവിടെ പ്രതിഷേധിക്കാനായിട്ട് കോൺഗ്രസ് മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2024 ഈസ്റ്റർ വിശുദ്ധവാര കാലഘട്ടത്തിലാണ് മധ്യപ്രദേശിലെ ജാബുവ എന്ന് പറയുന്ന രൂപതയുടെ ശ്രേഷ്ഠനായ ബിഷപ്പ് ഗവൺമെന്റിന് കത്തയച്ചത് തങ്ങളുടെ വിശുദ്ധവാര ആചാരങ്ങളും പ്രാർത്ഥനകളും നടത്താനായിട്ട് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കത്തയച്ചത് ഈ രാജ്യത്താണ് കേട്ടോ. 10 ലക്ഷം വിശ്വാസികളുണ്ട് ജാബുവ രൂപതയിൽ. ആ രൂപതയിലെ വിശ്വാസികളുടെ വിശുദ്ധവാര ആചാരങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി
പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതേണ്ടി വന്നു രാജ്യത്തെ ഒരു ബിഷപ്പിന്. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ. ഈ 2023 കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രധാനപ്പെട്ട ഏകദേശം 100ഓളം വരുന്ന വ്യത്യസ്ത സഭകളുടെ നേതൃത്വത്തിലാണ് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ വലിയ പ്രക്ഷോഭമുണ്ടായി. എന്താണ് കാരണം? രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, വർദ്ധിച്ചു വരുന്ന വർഗീയ വിദ്വേഷ നടപടികൾ, ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുണ്ടായ വലിയ സമരങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ആ സമരത്തെ തുടർന്ന് രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കണ്ടുകൊണ്ട് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ മൊനമ്പം വിഷയം വഖഫ് അമെന്റ്മെന്റുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ, അഡ്വക്കേറ്റ് വി ഡി സതീശൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ, ഹൈബീഡിനെതിരെ സംസാരിക്കുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സംഘപരിവാറിന്റെ ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും കോൺഗ്രസ് നേതാക്കന്മാർ ഈ മുനമ്പം വിഷയത്തിൽ മുനമ്പം ജനതയോട് 100% ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈബീഡൻ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ പ്രസംഗിച്ചു. ഒരാളെയും ഇറക്കി വിടേണ്ടി വരില്ല, ഞാൻ ഉണ്ടാകും, ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഹൈബീഡൻ പറഞ്ഞത്. മുനമ്പത്ത് വന്നിട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, മറ്റൊരു രാഷ്ട്രീയ നേതാക്കന്മാരും കേരളത്തിൽ ശബ്ദമുയർത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് വഖഫ് ഭൂമിയല്ല, വഖഫ് നിയമത്തിൽ പെടുന്നതല്ല. കാരണം വൺസ് വഖഫ് ഈസ് ഓൾവേസ് വഖഫ്, ഓൾവേസ് വഖഫ്. പക്ഷെ മുനമ്പത്തെ സ്ഥലം ഫറൂഖ് കോളേജിന് സിദ്ദിഖ് സെട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം അതിലൊരു ക്ലോസ് എഴുതി വെച്ചിട്ടുണ്ട്, കോളേജിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത പക്ഷം അത് തിരിച്ചു തനിക്ക് തരണമെന്ന്. വഖഫ് നിയമം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. വഖഫ് പറയുന്നത് വൺസ് വഖഫ് ഈസ് ഓൾവേസ് വഖഫ്. അതുകൊണ്ട് മുനമ്പത്തെ ഭൂമി ഒരിക്കലും വഖഫ് പ്രോപ്പർട്ടി അല്ല. അത് മുസ്ലിം ലീഗിന്റെ ആത്മീയ അധ്യക്ഷനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇപ്പോൾ ഉള്ള വഖഫ് ബോർഡിലെ അംഗമായ അബ്ദുൽ വഹാബ് MP വഖഫ് ബോർഡിന്റെ അംഗമാണ്. ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം മുനമ്പത്തെ ജനങ്ങളുടെ മനുഷ്യാവകാശ വിഷയമാണ്, മാനുഷികമായി അത് പരിഹരിക്കണം. വി ഡി സതീശൻ വളരെ വസ്തുനിഷ്ഠമായി പറയുകയുണ്ടായി, ഈ മുനമ്പത്തെ വിഷയം, മുനമ്പം ഒരിക്കലും വഖഫ് പ്രോപ്പർട്ടി അല്ല, വഖഫ് പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ വിഷയം കോൺഗ്രസിനെതിരെ ആക്രമിക്കുന്ന, കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളോട്, ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിനോട് ചേർത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘപരിവാർ അനുകൂലികളോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗാന്ധി മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് 1948 ജനുവരി 27 ഗാന്ധി എഴുതി ഹരിജൻ മാഗസിനിൽ, കോൺഗ്രസ് കനോട്ട് ബി അലൗഡ് ടു ഡൈ, ഇറ്റ് ക്യാൻ ഓൺലി ഡൈ വിത്ത് ദ നേഷൻ. പ്രിയമുള്ളവരെ, എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി മാസം 1-ാം തീയതി ഈ ലേഖനം ഹരിജനിൽ അച്ചടിച്ചു വന്നു. ഗാന്ധി പറഞ്ഞത് കോൺഗ്രസിനെ മരിക്കാൻ അനുവദിച്ചുകൂടാ, ഇറ്റ് ക്യാൻ ഓൺലി ഡൈ വിത്ത് ദ നേഷൻ. കോൺഗ്രസ് മരിച്ചാൽ ഈ രാജ്യം മരിക്കും എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.